ആദ്യത്തെ റൗണ്ടിലെ അബദ്ധം രണ്ടാമത്തെ റൗണ്ടിലേക്ക് വന്നപ്പോ ആരും കാണിക്കുന്നില്ല കേട്ടോ. എക്സ്ട്രാ ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്, അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അനുമോളെ വട്ടാക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മുടെ അക്ബർ വാരീനെ ഒന്ന് പാഴാക്കി കളയാറില്ലല്ലോ. അതുകൊണ്ട് അനുമോൾ ഇറങ്ങി വന്ന് ആദ്യം എനിക്ക് തോന്നുന്നു ആദിലയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നത് ഇവരുടെ അടുത്തേക്കാണ്. അക്ബർ വാര്യന് മൈൻഡ് ചെയ്യാതെ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇപ്പൊ ലൈവിലിരുന്ന് പറയുന്നത് കേട്ടു, നീ നല്ലൊരു മോന്തയുമായിട്ട് വാ, അപ്പൊ നിന്നെ നോക്കാം പറയുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനുമോൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷൻ, അത് ഇൻവിസിബിൾ പോർഷൻ ആണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ മുഖത്ത് നോക്കി ആർക്കും ആശയവിനിമയം നടത്താനായിട്ട് പറ്റില്ല. അതാണ് ബിഗ് ബോസ് കൊടുത്ത ആ ഒരു മാജിക് പോർഷന്റെ പവർ എന്ന് പറയുന്നത്. അപ്പൊ അനുമോൾക്കൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാവരും അനുമോളുടെ മുഖത്ത് നോക്കാതെയാണ് മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അനുമോൾ ഇൻവിസിബിൾ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് മുഖത്ത് നോക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ തന്നെ അനീഷിന് കിട്ടിയ പോലെ ഒരു സ്വീകാര്യതയല്ല അനുമോൾക്ക് കിട്ടിയത്. ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ ലെവല് അഭിനയം കാഴ്ചവെച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും. ആദിലയുടെ ഒക്കെ അടുത്തിരുന്നിട്ട് മോന്തക്കിട്ട് ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്, മിണ്ടടി എന്റെ മുഖത്ത് നോക്കി മിണ്ട്, നീ എന്റെ അടുത്ത് ഇങ്ങനെ അല്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മുട്ടം പണി തന്നെയാണ് അനുമോൾക്ക് കൊടുത്തിരിക്കുന്നത്. എത്ര നേരം മുന്നോട്ട് പോകുന്നുള്ളത് കണ്ടറിയണം, കാരണം ഇത് എക്സ്ട്രാ ആത്മാർത്ഥമായിട്ടാണ് എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല.